വെൽക്കം ടു അബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ആരോഗ്യമുള്ള ശരീരവും മനസ്സും നേടാം, ജീവിതശൈലി ഇങ്ങനെ മാറ്റൂ. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മിക്ക ആളുകളും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാറേയില്ല. എന്നാൽ ഒരു മനുഷ്യന് ആവശ്യം വേണ്ട ഒന്നാണ് ആരോഗ്യമുള്ള ശരീരവും മനസ്സും. അത് നേടാൻ പ്രധാനമായും ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ആരോഗ്യകരമായ ശീലങ്ങളും ആവശ്യമാണ്. ഈ നല്ല ശീലങ്ങൾ നമ്മെ മൊത്തത്തിൽ വികസിപ്പിക്കുന്നു, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ ഒരു പടി കൂടി അടുപ്പിക്കുന്നു. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾ പല ശാരീരിക പ്രശ്നങ്ങളും ഒഴിവാക്കാനാകും. ഇതുകൂടാതെ നിങ്ങൾക്ക് മാനസികമായും ആരോഗ്യത്തോടെ ഇരിക്കാനും ആകുന്നു. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമായി തുടരാനാകും. ആയതിനാൽ ആരോഗ്യം നിലനിർത്താനായി നിങ്ങൾ എന്തൊക്കെ ശീലങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ എന്തു കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ആരോഗ്യം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളെ രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടിരിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, മുളപ്പിച്ച ഭക്ഷണങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മാംസങ്ങൾ, സമുദ്ര വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. കൂടാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചവയ്ക്കുന്നതും പ്രധാനമാണ്. ഭക്ഷണം ദഹിക്കുന്നതിന് 20 തൊട്ട് 30 തവണയെങ്കിലും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം. വ്യായാമശീലം വളർത്തുക. വ്യായാമം നിങ്ങളുടെ എല്ലുകളും പേശികളും ശക്തമാക്കും. നിങ്ങളുടെ ജീവിതശൈലി ആരോഗ്യകരമായി നിലനിർത്താനുള്ള ഏറ്റവും മികച്ച എളുപ്പവുമായ മാർഗമാണ് വ്യായാമം. വ്യായാമം നിങ്ങളുടെ ശരീരഭാരം ക്രമപ്പെടുത്താനും നിങ്ങളുടെ എല്ലുകളും പേശികളും ശക്തിപ്പെടുത്താനും പ്രമേഹം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്ട്രോക്ക് എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. ആഴ്ചയിൽ 5 അല്ലെങ്കിൽ 6 ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം നമ്മുടെ ശരീരത്തിന്റെ ആത്മാവാണ്. ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ടിഷ്യൂകൾക്കും അവയവങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. മറ്റു പാനീയങ്ങൾ കുടിക്കുന്നതിനേക്കാൾ എപ്പോഴും വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ജലാംശം നിലനിർത്താൻ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുന്നതും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. സമ്മർദ്ദത്തിൽ നിന്നും വിട്ടുനിൽക്കുക. ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് സമ്മർദ്ദം ഒരു പ്രധാന കാരണമാണ്. സമ്മർദ്ദം കാരണം നിങ്ങൾ ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ വന്നേക്കാം. ആയതിനാൽ മുന്നോട്ടുള്ള നല്ല ജീവിതത്തിനായി സമ്മർദ്ദമില്ലാതെ ജീവിക്കുക. സമ്മർദ്ദം ഒഴിവാക്കാൻ ലളിതമായ വ്യായാമങ്ങൾ, യോഗ എന്നിവ ചെയ്യുക. കഴിയുന്നത്ര ചിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് വൈബുകൾ നിറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത്. ചിരിയില്ലാത്ത ജീവിതം ഒന്നുമില്ല. ചിരി എൻഡോർഫിനുകളുടെ ഉൽപാദനത്തിന് കാരണമാകുന്നു. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ ഉയർത്തുകയും സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. ആയതിനാൽ ആരോഗ്യമുള്ള ജീവിതത്തിന് ചിരി പ്രധാനമാണ്. നല്ല ഉറക്കം. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുകയും പുതുക്കുകയും ചെയ്യുവാൻ സഹായിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലെ നിർണായകമായ പ്രവർത്തനമാണ് ഉറക്കം. ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനം പുനഃസ്ഥാപിക്കാനും നാഡീ വ്യവസ്ഥകളെ വീണ്ടെടുക്കാനും ഇത് സഹായിക്കുന്നു. ഉറക്കക്കുറവ് നിങ്ങളുടെ ജീവിതശൈലിയെ നേരിട്ട് ബാധിക്കാം. ഇത് മയക്കം, ക്ഷീണം, ഏകാഗ്രത നഷ്ടപ്പെടൽ തുടങ്ങിയവയ്ക്ക് കാരണമാകും. ഉറക്കമില്ലായ്മ നിങ്ങളുടെ തലച്ചോറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. നല്ല ആരോഗ്യത്തിനായി നിങ്ങൾ ദിവസവും 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങണം. മാനസിക ആരോഗ്യം വളർത്തുക. നിങ്ങളുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ മാനസിക ആരോഗ്യവും. ആയതിനാൽ നിങ്ങളുടെ സ്ട്രെസ് ലെവലുകൾ നിയന്ത്രിക്കുക. മാനസിക ആരോഗ്യം നിങ്ങളുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും. മാനസികമായി നിങ്ങളെ ശക്തരാക്കാനുള്ള ഒരു സജീവമായ ജീവിതശൈലി പാലിക്കുക. സാമൂഹ്യ ഇടപെടൽ, ഗെയിമുകൾ, പസിലുകൾ എന്നിവ കളിക്കുക. പുതിയ എന്തെങ്കിലും പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മൂർച്ചയുള്ളതാക്കാൻ സഹായിക്കും. ശുചിത്വം പാലിക്കുക. പല്ല് തേക്കുന്നതോ പതിവായി കുളിക്കുന്നതോ പോലെയുള്ള ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താനെന്ന് മാത്രമല്ല നിങ്ങളുടെ സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്താനും സഹായിക്കും. മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക. മദ്യം ആരോഗ്യത്തിന് അപകടകരമാണ്. ആയതിനാൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതിന് പുകവലിയും നിർത്തുക. നിങ്ങളുടെ ആരോഗ്യം നോക്കുക. നിങ്ങൾക്കതുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുകയും മനസാക്ഷിക്ക് അടുത്തതായി അതിനെ വിലമതിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ആരോഗ്യം എന്നത് മനുഷ്യരായി നമുക്ക് കഴിവുള്ള രണ്ടാമത്തെ അനുഗ്രഹമാണ്. പണത്തിന് വാങ്ങാൻ കഴിയാത്ത അനുഗ്രഹം. ആരോഗ്യമാണ് സമ്പത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.